യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് 12-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വിശ്വസ്തന്മാർ ഇല്ലാതെയാകുകയും ചുറ്റുമുള്ളവർ ആത്മീയമായും ധാർമ്മികമായും അധഃപതനത്തിലായിരിക്കുന്നത് കണ്ടപ്പോൾ ദാവീദിന്റെ ഉള്ളം കലങ്ങി. രക്ഷയ്ക്കായി യഹോവയുടെ ചാരയണഞ്ഞ് പറഞ്ഞതാണ് ഈ തിരുവെഴുത്തുകൾ. ഇന്നത്തെ സമകാലീന സമൂഹത്തിന്റെ നിലവാരം വിലയിരുത്തുമ്പോഴും ഇത്തരം ഒരു വികാരമാണ് നമുക്ക് ഉണ്ടാവുക. കാരണം ദൈവഭക്തിയുള്ളവരും വിശ്വസ്തവരും കുറഞ്ഞു വരുന്നു, അവർ ഇല്ലാതെയാകുന്നു. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും എന്ന സദൃശവാക്യം 20-6 നാം വായിക്കുന്നു. എന്താണ് വിശ്വസ്തത? കഷ്ടനഷ്ടങ്ങൾ നോക്കാതെയും മാനാഭിമാനങ്ങൾ പരിഗണിക്കാതെയും ഏൽപ്പിക്കപ്പെട്ടതും ഏറ്റെടുക്കുന്നതും പൂർത്തീകരിക്കുന്നതുമാണ് വിശ്വസ്തത. യഥാസമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് വിശ്വസ്തത. ദൈവം തന്റെ വചനത്തിൽ വിശ്വസ്തനാണ്. സകല മനുഷ്യരും അവിശ്വസ്തരായി പാർത്താലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിലും ദൈവം വിശ്വസ്തനാണ്. ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത് എന്ന് യിരെമ്യാ 5:3 നാം വായിക്കുന്നു. നമുക്കുള്ള സകലവും വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ പറ്റിയ അനുയോജ്യനായ വ്യക്തി ദൈവമാണ്. യേശു തന്റെ ആത്മാവിനെ പോലും ഭരമേൽപ്പിച്ചത് പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതിനാൽ തന്റെ ശരീരത്തെ ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിപ്പിച്ചില്ല. ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനെ ദൈവം അനുഗ്രഹിച്ച പ്രയോജനമുള്ളതാക്കും. യേശുവിന്റെ വചനത്തെയും 2-ാം വരവിനെയും വിശ്വസിക്കാത്തവൻ പ്രത്യാശയില്ലാത്തവനും അവിശ്വസ്തനുമാണ്. ശൗലിന്റെ നാശത്തിന് കാരണം അവൻ ദൈവത്തോടും ദൈവകൽപ്പനയോടും കാണിച്ച അവിശ്വസ്തതയാണ്. ശൗലിന് കൊട്ടാരമുണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, സ്ഥാനമുണ്ടായിരുന്നു, സിംഹാസനമുണ്ടായിരുന്നു, അധികാര ചെങ്കോലുണ്ടായിരുന്നു, എന്നാൽ അഭിഷേകം ഇല്ലായിരുന്നു. ദാവീദിന് ഇവയൊന്നുമില്ലായിരുന്നു, എന്നാൽ ദൈവാശ്രയവും അഭിഷേകവും ഉണ്ടായിരുന്നു. ദാവീദ് കാട്ടിലും നാട്ടിലും യുദ്ധക്കളത്തിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തി നിന്നു. ആയതിനാൽ സകല മഹത്വങ്ങളും ദാവീദിൽ വന്നു ചേർന്നു. ദൈവത്തോട് വിശ്വസ്തരായാൽ അഭിഷേകവും അനുഗ്രഹവും ലഭിക്കും. മോശ വിശ്വസ്തനായിരുന്നു. ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. പൗലോസും അവസാന ശ്വാസം വരെ ദൈവത്തോടുള്ള വിശ്വസ്തത കാത്തു. ഇങ്ങനെ പറഞ്ഞു: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. 2 തീമോഥെയോസ് 4:7-8 വചനങ്ങൾ. യേശു നമുക്ക് വേണ്ടി ജീവൻ ഹോമിച്ച് വിശ്വസ്തനായതുപോലെ നാമും ദൈവത്തോട് സകലത്തിലും വിശ്വസ്തത പുലർത്തണം. നാം ദൈവവചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കണം. ദൈവം തരുന്ന സമയം ജ്ഞാനത്തോടെ ഉപയോഗിക്കുന്നത് വിശ്വസ്തതയാണ്. ദൈവം തരുന്ന താലന്തുകൾ ശരിയായി ഉപയോഗിക്കുന്നത് വിശ്വസ്തതയാണ്. ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പരിപൂർണമായി ചെയ്യുന്നതും ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നതും വിശ്വസ്തതയാണ്. എപ്പോഴും ദൈവഭക്തിയോടെ വസിക്കുന്നത് വിശ്വസ്തതയാണ്. യേശു തന്നിൽ പിതാവ് ഏൽപ്പിച്ച സകല പ്രവർത്തികളും തികച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇങ്ങനെ പറഞ്ഞു: സകലവും നിവർത്തിയായി. നമ്മുടെ മരണക്കിടക്കയിൽ നമുക്കിങ്ങനെ പറയുവാൻ കഴിയുമോ? മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരുമെന്ന് വെളിപ്പാട് 2:10 നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി
അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com